പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് നമുക്കത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, നമ്മുടെ തിരുവൈരാണിക്കുളമാണ് കേട്ടോ. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോയത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഇവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയേക്കണേ. പക്ഷേ എപ്പോൾ പോയാലും എനിക്ക് അകത്ത് കയറി തൊഴുവാൻ പറ്റിയിട്ടില്ല കേട്ടോ. വർഷത്തിൽ വെറും 12 ദിവസം മാത്രം ശ്രീ പാർവതിയുടെ നട തുറക്കണോണ്ട് തന്നെ അവിടെ ദേവിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ തവണയും പോയിട്ടുള്ള തവണകളൊന്നും എനിക്ക് അകത്ത് കയറി തൊഴുവാൻ പറ്റിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ പാസ് എടുത്ത് കയറിയിട്ട് പോലും നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു കേട്ടോ. ദേവീനെ കാണാൻ പറ്റാണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്തവണയെങ്കിലും അകത്ത് കയറാം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ തവണയും വലിയ പ്രതീക്ഷയിലൊക്കെയാണ് പോയത്. പക്ഷേ തുടക്കത്തിൽ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിക്കുറുമ്പിനെയും കൊണ്ടൊക്കെ അകത്ത് കയറലും ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പോകലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറാതെ ചുറ്റമ്പലത്തിൽ വലം വെച്ച് തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നേരെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പുറത്തു നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കുക. നമുക്കിങ്ങനെ അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ, ഈ തവണ അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ എൻ്റെ മനസ്സ് മൊത്തം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ നടന്ന് ദേവിയുടെ ആ നടയുടെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എന്താ ഏട്ടൻ്റെ 2 കൂട്ടുകാരന്മാർ ഇങ്ങനെ വരുവാണ്. അപ്പോൾ എന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങളകത്ത് കയറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാണെങ്കിൽ പാസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം നമ്മൾ കഴിഞ്ഞ തവണ പാസ് എടുത്തിട്ട് പോലും പാസ് എടുത്ത് കയറുന്നിടത്ത് തന്നെ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് ഈ തവണ നമ്മൾ പാസ് എടുത്തില്ല കേട്ടോ. അവിടെയും തിരക്കാണെന്ന് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞു പാസ് എടുത്ത് കയറുന്നിടത്ത് ഒരു തിരക്കുമില്ല, നിങ്ങൾ പോയി കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് പോയിട്ട് അവർ. എന്നിട്ട് പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ഈ പാസ് കൊടുത്തു. ഒരു തിരക്കുണ്ടായില്ല കേട്ടോ. പാസ് എടുത്ത് അങ്ങോട്ട് പോകുന്നിടത്തേക്ക് ഒരു തിരക്കുണ്ടായില്ല. പിന്നെ നേരെ നടയുടെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ദേവീനെ ഒന്ന് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ദേവീനെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത എന്തൊക്കെയോ ഒരു ഇതായിരുന്നു. കണ്ണ് നിറഞ്ഞ് കരയാൻ തോന്നണോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു കേട്ടോ.